സഹോദരന്മാരെ, എന്നതുമായി ബന്ധപ്പെട്ട് വഹാബികൾ ചോദിച്ചു, തഫ്സീർ എവിടെ? ഇവിടെ പ്രസംഗിച്ച ഒരു ഉസ്താദ് അതിന് തഫ്സീർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അമ്പിയാക്കളെ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മൗലവിയുടെ മറുപടി എന്താണ്? അത് മരിച്ചവരോടല്ല, അവിടെ ആരാണ് മരിച്ചവർ എന്നാണ്. മുജാഹിദ്, ആദം നബി മരിച്ചിട്ടില്ലേ? മൂസാ നബി മരിച്ചിട്ടില്ലേ? ഏത് പ്രവാചകന്മാരാണ് ആ ഇസ്രാ മിറാജിന്റെ സന്ദർഭത്തിൽ മരിക്കാതെ ബാക്കി ഉണ്ടായിരുന്നത്? ഈസാ അലൈഹിസ്സലാമാണ് ഇവിടെ ഹയാത്തിലുള്ള പ്രവാചകൻ. എന്നാൽ അവിടെ ഹാജരാക്കിയവരൊക്കെ മരണപ്പെട്ടു പോയവരാണ്. അല്ല വഹാബികളെ, നിങ്ങളെ നാട്ടിലൊക്കെ മരിച്ചോൽ എത്ര വട്ടം ജീവിക്കലുണ്ട്? എത്ര വട്ടം മരിച്ചു കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വരാറുണ്ട്? അപ്പം മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പിന്നെ ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഹയാത്തും ആ ജീവിതവും എല്ലാം അഭൗതികമാണ്, അതെല്ലാം അസാധാരണമാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ മുമ്പിൽ വന്ന് സംസാരിച്ചാലും ബേക്കിൽ നിന്ന് സംസാരിച്ചാലും ആ വരലും ആ ഹയാത്തും എല്ലാം അസാധാരണമാണ്, അഭൗതികമാണ്. നിങ്ങൾ പറയുന്ന തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആശയമാണത്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് 7 പതിറ്റാണ്ടിലേറെ കാലം ഈ രാജ്യത്തിന്റെ മണ്ണിൽ പ്രമാണം പറഞ്ഞ പണ്ഡിതനാണ്, ആദർശം പറഞ്ഞ പണ്ഡിതനാണ്. ഈ കാലത്തിനിടക്ക് ആ പണ്ഡിതൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രമാണ വരികളെ കൈവെക്കാൻ നിങ്ങളുടെയൊക്കെ ഉപ്പൂപ്പന്മാരായ പുരോഹിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ നിങ്ങൾക്കതിന് സാധിക്കുന്നത്? മഹാനായ കാന്തപുരം ഉസ്താദ് കൊട്ടപ്പുറത്ത് ആയത്തോതിയിട്ടുണ്ടെങ്കിൽ അന്ന് കാന്തപുരം ഉസ്താദ് അതെന്തിനാണോ ഓതിയത്? ആ ഓതിയതിനെതിരായ ഒരു തഫ്സീർ ഏതെങ്കിലും ഒരു വഹാബികൾക്ക് കൊണ്ടുവരാൻ കഴിയോ? അപ്പൊ മുന്നിലാണെങ്കിൽ, അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലെ ചോദിച്ചിരുന്നു വഹാബികളെ, ഈ മുന്നിലാകുമ്പോൾ ഒരു വിളി തൗഹീദാകും, എന്നാൽ അത് പിറകിലായാൽ പ്രാർത്ഥനയാകും എന്നതിന്റെ തെളിവ് എവിടെയാണ്? ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. മരിച്ചതുകൊണ്ടാണ് ആ വിളി പ്രാർത്ഥനയായത് എന്ന നിങ്ങളുടെ വാദം വെച്ച് ഞാൻ ചോദിച്ചു, ഒരു വിളി പ്രാർത്ഥനയാകാനും വിളിയാകാനും മരണവും ജനനവും പ്രമാണത്തിൽ പറഞ്ഞത് എവിടെയാണ്? ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്തതാണ്. മുഅ്ജിസത്ത് കറാമത്ത് വിരോധിയായ റഷീദ് റിള ഈ ഉമ്മത്തിലേക്ക് കുത്തിവച്ച വിഷമാണ് വഹാബി തൗഹീദ്.